ചോദ്യം: പെരുന്നാൾ നിസ്കാരങ്ങൾക്ക് പള്ളിയാണോ ഉത്തമം അതോ വല്ല പറമ്പും തിരഞ്ഞെടുക്കലോ? മറുപടി: തീർച്ചയായിട്ടും പള്ളികൾ തന്നെയാണ്. അല്ലെങ്കിൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഇബാദത്തുകൾക്ക് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് പള്ളി തന്നെയാണല്ലോ. റഹ്മാനായ റബ്ബ് തആല വിശുദ്ധമായ ഖുർആൻ സൂറത്ത് തൗബ 108 ആയത്തിലൂടെ ലമസ്ജിദുൻ നുസ്സിസ അലാ തഖ്വാ മിൻ അവ്വലി യൗമിൻ ഹഖ്ഖു അൻ തഖൂമ ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതطهറൂ വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ. പരിശുദ്ധമായ പള്ളിയിൽ വെച്ച് ഇബാദത്ത് എടുക്കുന്നത് അല്ലാഹു തആലാക്ക് ഏറ്റവും ഇഷ്ടമുള്ള പുണ്യകർമ്മമാണ് എന്ന് വ്യാഖ്യാനിക്കുന്ന എത്രയോ ആയത്തുകളും ഹദീസുകളും നമുക്ക് കാണാം. അതുകൊണ്ടാണ് പെരുന്നാൾ നിസ്കാരത്തിനും ഏറ്റവും ശ്രേഷ്ഠം പള്ളി തന്നെയാണ്, ഏതെങ്കിലും പറമ്പോ പാടമോ മൈതാനികളോ സ്റ്റേഡിയങ്ങളോ അല്ല എന്ന് നമ്മുടെ മുൻകാല ഇമാമിങ്ങൾ മുഴുവനും വ്യക്തമാക്കിയിട്ടുണ്ട്. ലോകം കണ്ട പ്രശസ്ത പണ്ഡിതരായ ബഹുമാനപ്പെട്ട ഇമാമുൻ നവവി റളിയല്ലാഹു തആല അൻഹു ശറഹ് മുസ്ലിം 3-ാം വാള്യം 445 പേജിൽ അൽ മസ്ജിദു അഫ്ളലു ഇല്ലാ യലീഖ, ആളുകളെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നുവെങ്കിൽ എങ്ങനെയും ശ്രേഷ്ഠം പള്ളി തന്നെയാണ്, ഏതെങ്കിലും പറമ്പോ മൈതാനിയോ അല്ല എന്ന് വിശദീകരിക്കുന്നുണ്ട്. ഫലൗ സ്വല്ലാ ഫി സ്വഹറായി കാന താരിക്കലിൽ ഔല, പള്ളിയിൽ വെച്ച് നിസ്കരിക്കാൻ സാധ്യമായിട്ടും പുറത്തെവിടെയെങ്കിലും മൈതാനിലോ പാടത്തോ പറമ്പിലോ പോയി പെരുന്നാൾ നിസ്കരിക്കൽ അത് നല്ലതേ അല്ല എന്ന് ഇമാമുൽ ഖസ്ത്വലാനി തങ്ങൾ തന്റെ ഇർഷാദുസ്സാരി 2-ാം വാള്യം 209 പേജിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യാതൊരു സംശയമില്ല, പെരുന്നാൾ നിസ്കാരങ്ങൾക്ക് അല്ലെങ്കിലും പള്ളിയല്ലേ എന്തു ശ്രേഷ്ഠമാണ്. അഹബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹ, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പള്ളിയല്ലേ. ആ പള്ളിയിൽ തന്നെ ഞങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുമ്പോൾ എവിടെയെങ്കിലും പാടത്തോ പറമ്പിലോ എവിടെയെങ്കിലും പോയിട്ട് എന്തിനു നാം നിസ്കരിക്കണം? ജുമുഅ നിസ്കാരം ഫർള് നിസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരമാണ്. പള്ളി അല്ലെങ്കിലും ജുമുഅക്ക് സഹിയാകുമെങ്കിലും പള്ളിയിൽ വെച്ചാണല്ലോ ജുമുഅ നിസ്കാരം ശ്രേഷ്ഠം. അതുപോലെ തന്നെ സുന്നത്ത് നിസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ബലിപെരുന്നാൾ സുന്നത്ത് നിസ്കാരവും ശേഷം ചെറിയ പെരുന്നാൾ സുന്നത്ത് നിസ്കാരവുമാണ്. ഇവയും ഏതെങ്കിലും പാടത്തോ പറമ്പിലോ വീട്ടിലോ വെച്ച് നിസ്കരിച്ചാലും സ്വഹിയാകുമെങ്കിലും അതൊക്കെ പള്ളിയിൽ വെച്ച് നിസ്കരിക്കലാണ് ശ്രേഷ്ഠം. ബഹുമാനപ്പെട്ട ഇമാമുൽ മഹല്ലി റളിയല്ലാഹു തആല അൻഹു തന്റെ കൻസ് 1-ാം വാള്യം 306-ലും, അല്ലാമ ഇബ്നു ഹജർ റളിയല്ലാഹു തആല അൻഹു തുഹ്ഫത്തുൽ മുഹ്താജ് 3-ാം വാള്യം 47-ലും, അല്ലാമ ബാശം റളിയല്ലാഹു തആല അൻഹു ബുശറുൽ കരീം 1-ാം വാള്യം 362-ലും ഇത് പറഞ്ഞിട്ടുണ്ട്. സ്വഹീഹ ഹദീസാണല്ലോ. ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു സ്വഹീഹിൽ 662-ാം നമ്പറായും ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു സുനനിൽ 669-ാം നമ്പറായിട്ടും ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം 1071-ാം നമ്പറായിട്ടും മിഷ്കാത്തുൽ മസാബി 68-ാം നമ്പറായും ഉദ്ധരിക്കുന്ന ഹദീസിലൊക്കെ പള്ളിയുടെ പുണ്യങ്ങളും പള്ളിയിലേക്ക് പോകുമ്പോൾ ഓരോ ചവിട്ടടിപ്പാടുകൾക്കും അല്ലാഹു തആല വലിയ നന്മകൾ നൽകുന്നതും തിന്മകൾ അല്ലാഹു തആല മായ്ച്ചു കളയുന്നതും പള്ളിയിലേക്ക് പോകുന്നതിന്റെയും പള്ളിയിലുള്ള ശ്രേഷ്ഠതയും എമ്പാട് മഹത്വം പറയുന്നുണ്ട്. മൻ ഗദാ ഇലൽ മസ്ജിദി ഔ റാഹ അദല്ലാഹു ലഹു നുസുലഹു മിനൽ ജന്ന കുല്ലമാ ഗദാ ഔ റാഹ. സ്വഹീഹ ഹദീസ് അല്ലേ. ഏതെങ്കിലും ഒരാൾ പള്ളിയിലേക്ക് പോകുമ്പോൾ അദല്ലാഹു ലഹു നുസുലഹു മിനൽ ജന്ന, സ്വർഗ്ഗത്തിൽ അവനക്കായി കനികളെയും വിഭവങ്ങളെയും സ്വർഗീയ ഭക്ഷണങ്ങളെയും അല്ലാഹു തആല അവൻ ഒരുക്കി കൊടുക്കുന്നു. കുല്ലമാ ഗദാ ഔ റാഹ, രാവിലെ പോയാലും വൈകുന്നേരം പോയാലും. അപ്പൊ നേരത്തെ പരിശുദ്ധമായ പെരുന്നാൾക്ക് സുന്നത്ത് വുളുവൊക്കെ എടുത്ത് പള്ളിയിൽ നേരത്തെ തന്നെ എത്തി, അവിടെ എത്തി അങ്ങനെ തക്ബീറൊക്കെ ചൊല്ലി ആ ജമാഅത്തായിട്ട് പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് പോരുക എന്നുള്ളത് എന്തൊരു ശ്രേഷ്ഠമായ കാര്യമാണ്. ആ നിസ്കാരം കഴിഞ്ഞിട്ട് പള്ളിപ്പറമ്പിൽ അന്തിയുറങ്ങുന്ന തന്റെ പിതാവിനെയും മാതാവിനെയും സ്വന്തക്കാരെയും ബന്ധക്കാരെയും ഒന്ന് സിയാറത്ത് ചെയ്ത് അവർക്കൊക്കെ വേണ്ടി ഒന്ന് ദുആ ചെയ്ത് പോരുകയാണെങ്കിൽ എന്താണ് അതിന്റെ ശ്രേഷ്ഠത? ഏതായാലും യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്, പാടത്തോ പറമ്പിലോ വല്ല പള്ളിയാളിയിലോ എവിടെയെങ്കിലും ഒഴിഞ്ഞ സ്ഥലത്തോ വെച്ചൊക്കെ നിസ്കാരങ്ങൾ നിർവഹിച്ചാലും സ്വഹിയാകും, സാധുവാകും, അതിലൊന്നും എതിര് പറയുന്നില്ല. പക്ഷേ ജുമുഅ നിസ്കാരം പോലെ തന്നെ തറാവീഹ് നിസ്കാരം പോലെ തന്നെ പെരുന്നാൾ നിസ്കാരവും പള്ളിയിൽ വെച്ചാകുമ്പോൾ അതിനാണ് ഏറ്റവും ശ്രേഷ്ഠത. അതുകൊണ്ട് പള്ളിയിലേക്ക് തന്നെ എല്ലാവരും വരിക, നേരത്തെ എത്തി തക്ബീറുകളിലും ഇത്തികാഫുകളിലും ഇബാദത്തുകളിലുമായി മുഴുകുക. അല്ലാഹു തആല എല്ലാവർക്കും ഹിദായത്തും ഖൈറും ബറക്കത്തും നൽകട്ടെ. ദുആ വസിയത്തോടെ ഫലില്ലാഹിൽ ഹംദ്.